ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ചെറിയ ചിന്തയ്ക്കായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം 144 സങ്കീർത്തനം, ദൈവത്തിന് സ്തുതി പാടുന്ന ഒരു സങ്കീർത്തനം. ശത്രുവിനെതിരെയുള്ള പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം. അനുഗ്രഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ദാവീദിൻ്റെ സങ്കീർത്തനം. അവിടെ പറയുന്നു, എൻ്റെ പാറയായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. അങ്ങനെ അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കും, സഹായകനായിട്ട്. അവിടെ വേറെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ദാവീദ് ഇസ്രായേലിന് മുഴുവൻ രാജാവായി തീർന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ യോദ്ധാവായ ഒരു ദാവീദിനെ അവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവം യുദ്ധത്തിന് വേണ്ടി തൻ്റെ കൈകളെ അഭ്യസിപ്പിക്കുന്നു, തൻ്റെ കൈകളെ പരിശീലിപ്പിക്കുന്നു. അപ്പം യുദ്ധത്തിന് ജയിക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു പരിശീലകൻ ആവശ്യം. ഇവിടെ ദാവീദിൻ്റെ പരിശീലകൻ ദൈവമാണ്. ദൈവം ദാവീദിനെ ശക്തമായിട്ട് പരിശീലിപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദാവീദിന് യുദ്ധം നേരിടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ പരിശീലനം കൊണ്ടാണ്. ദൈവമായിരുന്നു ദാവീദിൻ്റെ പരിശീലകൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാവീദിനെ പരിശീലിപ്പിച്ചതും ദാവീദിനെ നിർവഹിച്ച് നടത്തിയതും ദാവീദിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തത് ദൈവം തമ്പുരാനാണ്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് പറയുന്നു, എൻ്റെ പാറ, എൻ്റെ ദയ, എൻ്റെ കോട്ട, എൻ്റെ സകലതും, എന്നെ നടത്തുന്ന, ഇതുവരെ എന്നെ കരുതിയിട്ടുണ്ടെങ്കിൽ, ഇതുവരെ എനിക്ക് വേണ്ടി വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എൻ്റെ ദൈവമാണ്. ദാവീദ് ശക്തമായിട്ട് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാവീദിൻ്റെ എല്ലാം ദൈവമായിരുന്നു. യുദ്ധസമയത്ത് യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ അവിടെ പരിശീലനം നേടിക്കൊടുത്തത്, അവിടെ വേണ്ടതായ അറിവുകൾ പറഞ്ഞു കൊടുത്തതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദാവീദിന് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ സകല ശത്രുക്കളുടെ മുമ്പിലും സിംഹത്തിൻ്റെ മുമ്പിൽ അങ്ങനെ എവിടെയൊക്കെ ദാവീദിന് നേരിടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെയും ദൈവം പരിശീലകനായിട്ട് കൂടെയിരുന്നു. ദൈവം ദാവീദിന് വേണ്ട കോട്ടയായിട്ട് കൂടെയിരുന്നു. ദാവീദിന് ദൈവം പരിചയമായിട്ട് കൂടെയിരുന്നു. ദൈവം എൻ്റെ പിതാവ്, സകലതും അറിയുന്നവൻ അല്ലേ, അവനെന്നെ ഇത്രത്തോളം നടത്തിയവൻ. പ്രതികൂലങ്ങൾ വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, ഭാരങ്ങൾ വരുത്തുമ്പോഴൊക്കെയും വന്നാലൊക്കെയും അവിടെ തന്നെ നടത്തുന്നവന്, തൻ്റെ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവം ദാവീദിനെ ഉപദേശിക്കുകയാണ്, ദാവീദിനെ നടത്തുകയാണ്. ദാവീദിന് വേണ്ട പരിശീലനം ദൈവം കൊടുക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദാവീദിനെ നടത്തി മുഴുവൻ ദൈവമാണെന്നാണ് ദാവീദ് പറയുന്നത്. അങ്ങനെ ദാവീദ് പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തെ പുകഴ്ത്തുകയാണ്, ദാവീദ് പാട്ടിൽ കൂടെ ദൈവത്തെ പുകഴ്ത്തുകയാണ്. ദാവീദിന് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അങ്ങനെ പല രീതിയിൽ സങ്കീർത്തനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാവീദിന് യുദ്ധം നേരിടാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ പരിശീലനം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പരിശീലകനായ ദൈവം ദാവീദിന് ഏത് സമയവും കൂടെയുണ്ട്. നമുക്ക് പ്രയാസങ്ങൾ വരും, ഭാരങ്ങൾ വരും, ശത്രുവിൻ്റെ പോരാട്ടങ്ങൾ വരും. അവിടെയൊക്കെയും പരിശീലകനായിട്ട് ദൈവം കൂടെയുണ്ട്. നിന്നെ നടത്തുവാൻ, നിനക്ക് ധൈര്യം തരുവാൻ, നിന്നെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം കൂടെയുണ്ട്. ആത്മഹത്യ ഒന്നിനൊരു കോമഡിയല്ല, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഒരു ഫാമിലി എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടായി ഞങ്ങൾ വളരെ പ്രയാസത്തിൽ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല, ജീവിതത്തിൽ വളരെ ഭാരപ്പെടുക, ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഒക്കെ ഒന്നുമില്ലാത്തൊരു അവസ്ഥ, ഞങ്ങൾക്ക് നാളത്തേക്കുള്ള ആഹാരത്തിന് വകയില്ല, ഞങ്ങൾക്ക് കറണ്ട് ചാർജ് കൊടുക്കുവാനായിട്ട് വകയില്ല, ഞങ്ങളുടെ അമ്മയ്ക്ക് ആശുപത്രിയിൽ പോകണം, അതിന് 10,000-3000 രൂപ ചിലവാണ്. ഇങ്ങനെ എല്ലാ ചിലവുകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഒന്നുമില്ല. ഒരു തയ്യൽ മെഷീൻ ഉണ്ടായിരുന്നു, അത് വേറൊരാൾ ഒരു സഹായത്തിന് തന്നത്, അതും പിടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങൾ ആകെ ഭാരപ്പെടുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് പ്രയാസപ്പെടുകയുണ്ട്. ഞാൻ ഒന്നും ഭാരപ്പെടേണ്ട, കർത്താവ് കരുതും, കർത്താവ് നടത്തും, കർത്താവിന് കഴിയാത്ത ഒന്നുമില്ല. ദൈവം വിശ്വസ്തന, മുറുകെ പിടിക്കാൻ ഞാൻ പറഞ്ഞു. മുറുകെ പിടിച്ച് ദൈവത്തിനെ ആശ്രയിക്കുക. കർത്താവിനോട് സമരം ചെയ്യാൻ പോകണ്ട, തന്നേ പറ്റൂ, നീ സമരം ചെയ്യാൻ പോകണ്ട, അങ്ങനെ ചെയ്താലൊന്നും കിട്ടത്തില്ല. ദൈവസന്നിധിയിൽ ദൈവമേ, നീ ഇത്രത്തോളം നടത്തിയതിന് സ്തോത്രം, ഇത്രത്തോളം കരുതിയതിന് സ്തോത്രം, ഞങ്ങളുടെ ഈ പ്രയാസം ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആത്മഹത്യയല്ല ഞങ്ങൾക്ക് പോകാൻ വഴി, ഈ ദിവസങ്ങളിൽ നടത്തുവാൻ അവൻ ശക്തനാണെന്ന് ദൈവത്തോട് ഏറ്റു പറയുക. ദൈവമേ, നീ കരുതുന്നവൻ, ഞങ്ങൾ വിശ്വസിക്കുക, നീ നടത്തും, ഞങ്ങൾ ഇത്രത്തോളം നടത്തിയെങ്കിൽ ഞങ്ങൾക്കൊന്നും വരുത്തത്തില്ല. ധൈര്യമായിട്ട് ഏറ്റു പറഞ്ഞ് ദൈവസേന ഏൽപ്പിച്ചു കൊടുക്കുക, ദൈവസേനയിലായിത്തീരുവാൻ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയാസം വരട്ടെ, നേരിടേണ്ട സാഹചര്യം വരട്ടെ, ദൈവം പരിശീലകനായിട്ട് കൂടെയുണ്ട്, പ്രതികൂലങ്ങളിൽ കൂടെയുണ്ട്, അവൻ ശക്തനാവും, മതിയായവനാ. അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും പോകാൻ വഴിയല്ല, ദൈവസേന ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവസന്നിധിയിൽ കർത്താവെ നീ ചെയ്ത ഉപകാരങ്ങൾക്കായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട്